ഹോളിവുഡ് മിലിറ്ററി സിനിമകളിലൊക്കെ നമ്മൾ അത്ഭുതത്തോടെ കണ്ടിട്ടുള്ള ആ ടെക്നോളജി ഇതാ നമ്മുടെ ഇന്ത്യയിലും എത്തിയിരിക്കുന്നു. ശത്രുക്കളുടെ ഡ്രോണുകളെ ഓടിച്ചു വിട്ടു പിടിക്കാൻ അല്ലെങ്കിൽ പറന്നു നടന്ന് വേട്ടയാടാൻ ഇന്ത്യ ഒരു ഭീകരനെ ഇറക്കിയിരിക്കുകയാണ്. കാണുമ്പോൾ ഇതൊരു സാധാരണ വണ്ടിയായി തോന്നും. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ മൊബൈൽ ആന്റി ഡ്രോൺ പെട്രോളിംഗ് വാഹനമാണിത്. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? അതിർത്തിയിൽ ഇത് എങ്ങനെയാണ് പാകിസ്ഥാനും ചൈനയ്ക്കും വെല്ലുവിളിയാകുന്നത്? നമുക്ക് നോക്കാം. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഇന്ദ്രജാൽ ഡ്രോൺ ഡിഫൻസ് എന്ന കമ്പനിയാണ് ഈ വണ്ടിയുടെ ശില്പികൾ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ? ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആകാശത്തെ 10 കിലോമീറ്റർ വരെ ദൂരെയുള്ള ഡ്രോണുകളെ ഇതിന് സ്കാൻ ചെയ്ത് കണ്ടെത്താനാകും. കണ്ടെത്തിയാൽ മാത്രം പോരല്ലോ, 4 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ആ ഡ്രോണുകളെ ജാം ചെയ്യാനോ തകർത്തു കളയാനോ ഈ റേഞ്ചിന് സാധിക്കും. മയക്കുമരുന്നും ആയുധങ്ങളും ഡ്രോൺ വഴി അതിർത്തി കടക്കുന്നത് തടയാൻ നമ്മുടെ സൈന്യത്തിന് ഇതൊരു വലിയ ആശ്വാസമാകും. ഗ്രീൻ റോബോട്ടിക്സ് വികസിപ്പിച്ച സ്കൈ OS എന്ന AI പ്ലാറ്റ്ഫോമാണ് ഇതിന്റെ തലച്ചോറ്. മനുഷ്യ സഹായം വളരെ കുറച്ചു മതി. ഡ്രോൺ ഭീഷണിയാണോ എന്ന് തീരുമാനിക്കുന്നതും അതിന് തീർക്കാനുള്ള സ്വിച്ച് ഇടുന്നതുമെല്ലാം ഈ AI സിസ്റ്റം അതിവേഗം ചെയ്തോളും. ഇനി ഈ സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്ന വണ്ടി ഏതാണെന്ന് നോക്കാം. കരുത്തിന്റെ പര്യായമായ ടൊയോട്ട ഹിലിക്സ് പിക്കപ്പ് ട്രക്കാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് കൊടും കാട്ടിലും ചതുപ്പിലും അതിർത്തിയിലെ ദുർഘടമായ വഴികളിലും കുതിച്ചു പായാൻ ഇതിന് കഴിയും. 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിലുള്ളത്. 201 കുതിരശക്തിയുള്ള ഈ വണ്ടിക്ക് 180 കിലോമീറ്റർ വേഗതയിൽ വരെ പായാൻ സാധിക്കും. പക്ഷേ വണ്ടിയുടെ ഉള്ളിൽ കയറിയാൽ ടൊയോട്ടയുടെ പഴയ ലുക്കല്ല. 10 മുതൽ 12 ഇഞ്ചിന്റെ വലിയ ടച്ച് സ്ക്രീനുകൾ, സ്റ്റിയറിംഗിൽ തന്നെ ജാമർ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ, മിലിറ്ററി ഗ്രേഡ് സീറ്റുകൾ, അങ്ങനെ ഒരു യുദ്ധ ടാങ്കിന്റെ പ്രതീകമാണ് ഉള്ളിൽ. ഇതൊരു സമ്പൂർണ്ണ മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നമാണ്. മിലിറ്ററി ആവശ്യങ്ങൾക്ക് മാത്രമല്ല, VIP സുരക്ഷയ്ക്കും എയർപോർട്ടുകൾക്കും വലിയ പൊതുപരിപാടികൾക്കും സുരക്ഷയൊരുക്കാൻ ഇത് ഉപയോഗിക്കാം. വരുന്ന മാസങ്ങളിൽ തന്നെ ഇന്ത്യയുടെ അതിർത്തി റോഡുകളിലും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും ഈ ഇന്ദ്രജാൽ റേഞ്ചർ പെട്രോളിങ്ങിന് ഇറങ്ങും. ARDTC സർട്ടിഫിക്കേഷൻ ലഭിച്ചതുകൊണ്ട് സൈന്യത്തിന് ധൈര്യമായി ഇത് ഉപയോഗിക്കാം. ചുരുക്കത്തിൽ അതിർത്തിയിൽ കള്ളത്തരവുമായി വരുന്ന ഡ്രോണുകൾക്ക് ഇനി കാര്യങ്ങൾ എളുപ്പമാകില്ല. കരയിൽ ടൊയോട്ടോയുടെ കരുത്തും ആകാശത്ത് ഇന്ദ്രജാലിന്റെ കണ്ണുകളും ചേരുമ്പോൾ സുരക്ഷ വേറെ ലെവലായിരിക്കും. ഇന്ത്യയുടെ ഈ പുതിയ ടെക്നോളജിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ടെക്, ബിസിനസ്, ഡിഫൻസ് വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.